friends, assalamu alaikum. Welcome to Shaz Media. ഇന്ന് നമ്മൾ ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു കുഴിമന്തിയാണ്. അടിപൊളി ടേസ്റ്റിലുള്ള ഒരു കുഴിമന്തി. ഈസി ആയിട്ട് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അതിനു മുന്നേ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ഐക്കൺ പ്രസ് ചെയ്യുക. അപ്പോൾ കുറച്ച് സ്പേസ് ഉള്ള ഒരു പാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ച ഒരു 1.5 കിലോ ചിക്കനാണ് ഇടുന്നത്. പിന്നെ ഞാനതിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ക്യാപ്സിക്കം ഉള്ളവർക്ക് ക്യാപ്സിക്കം ആഡ് ചെയ്യാം. 1 കിലോയിലേക്ക് 2 ക്യാപ്സിക്കം ആണ് നമ്മൾ ഇടുക. അതിലേക്ക് 3 ടേബിൾ സ്പൂൺ മല്ലിയിലയും പുതിനയിലയും അരിഞ്ഞതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഒരു 3 ടീസ്പൂണ് മന്തി മസാലയാണ്, ഹോം മെയ്ഡ് മന്തി മസാലയാണ് കേട്ടോ അത്. ഇതിൽ ഞാൻ കുരുമുളക് ആഡ് ചെയ്തത് കൊണ്ട് എക്സ്ട്രാ കുരുമുളക് ഇടുന്നില്ല. പിന്നെ ഒരു മാഗി ക്യൂബാണ്. പിന്നെ ഫുഡ് കളറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഫുഡ് കളർ ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം നല്ലൊരു കളറിന് വേണ്ടിയിട്ട്. പിന്നെ ഒരു 180 ml ഓയിലാണ്, സൺഫ്ലവർ ഓയിലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി അത് കൈ വെച്ചിട്ട് നന്നായി കുഴച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഒരു മാഗി ക്യൂബാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ, അതുകൊണ്ട് കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. കൈ വെച്ച് നന്നായി കുഴച്ചെടുക്കണം. മസാലയൊക്കെ ചിക്കൻ്റെ നന്നായി പിടിക്കണം. ഇനി ചിക്കൻ നമുക്ക് പരത്തി വെച്ച് കൊടുക്കാം. ഒന്നിന് മുകളിൽ ഒന്ന് വരാത്ത രീതിയിൽ പരത്തി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിനെ ഒരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ടൈം ഇല്ലെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. ഇനി ഇത് അതിലേക്ക് എടുത്ത് വെച്ച അരി, 1 കിലോന് ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി കഴുകിയിട്ട് ഒരു മണിക്കൂർ കുതിർത്താനായിട്ട് വെക്കാം. ഇപ്പോൾ 2 മണിക്കൂറായി. നമ്മൾ ചിക്കൻ പുറത്തെടുത്ത് വെച്ചിട്ട് ഞാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ആദ്യം ഒരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. അത് കഴിഞ്ഞ് ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുമ്പോൾ നമുക്കതൊരു ഹൈ ഫ്ലെയിമിലിട്ടിട്ട് വേവിക്കാം. ഇപ്പോൾ നമ്മൾ ചിക്കൻ റെഡി ആയിട്ടുണ്ട്, ഒരു ഭാഗം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. നന്നായി വെള്ളമുണ്ട്, കണ്ടില്ലേ? നമ്മൾ വെള്ളമൊന്നും ഒഴിച്ചിട്ടില്ല. ഇപ്പോൾ ഇതാ 2 ഭാഗം റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിലേക്ക് കുറച്ച് കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ. അപ്പോൾ ഞാൻ വെള്ളം അടുപ്പിൽ വെച്ചിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു 4 ഏലക്ക, അതുപോലെ തന്നെ 4 പട്ട, ഗ്രാമ്പു ഇട്ട് കൊടുക്കാം. ഒരു 4 കുരുമുളക് ഇട്ട് കൊടുക്കാം. അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ഓയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഡ്രൈ ലെമൺ ഇട്ട് കൊടുക്കാം. പിന്നെ ഒരു മാഗി ക്യൂബാണ്. ഇനി വെള്ളം തിളച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമുക്ക് അരി ഇട്ട് കൊടുക്കാം. ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുക്കാം, ചെറുതായിട്ട് കേട്ടോ. അടച്ച് വെച്ചൊന്ന് വേവിക്കാം. പിന്നെ ഇടയ്ക്കൊന്ന് ഇതുപോലെ ഇളക്കി കൊടുക്കണേ, കാരണം ഗ്യാസിലല്ലേ വെക്കുന്നത്. അപ്പം എല്ലാ ഭാഗത്തും ഒരുപോലെ വേവാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ചോറ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/4 ഭാഗം വേവായാൽ മതി. ബാക്കി നമ്മൾ ചിക്കൻ്റെ മുകളിൽ ഇങ്ങനെ പരത്തിയിട്ടിട്ട് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കും. അപ്പം നന്നായി ഒരു ഫുൾ വേവായിട്ട് വരും അത്. ചോറിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 5 പച്ചമുളക് അങ്ങനെ ഇറക്കി വെച്ച് കൊടുക്കുക. ഇനി കുറച്ച് യെല്ലോ ഫുഡ് കളർ ആഡ് ചെയ്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ മാത്രം ചെയ്താൽ മതി. ഇനി അതില്ലെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയുടെ ടേസ്റ്റ് അധികം മുന്നിൽ വരാത്ത രീതിയിൽ കുറച്ച് കലക്കിയിട്ട് നമുക്കിതുപോലെ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഫുഡ് കളറൊക്കെ ഒഴിച്ച് കൊടുത്താൽ കാണാൻ നല്ല ഭംഗിയാണ്, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്.
അപ്പോൾ കാണാൻ നല്ല ഭംഗിയില്ലേ. ഇനി അതിലേക്ക് നമുക്കൊരു 2 ചാർക്കോൾ കത്തിച്ചത് ഇങ്ങനെ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രത്തിൽ ഇറക്കി വെക്കുക. ഇനി അതിലേക്ക് ഒരിത്തിരി സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം. പെട്ടെന്ന് തന്നെ അടക്കണം കേട്ടോ. അടച്ചിട്ട് അതിൻ്റെ ഹോള് ഒരു ചെറിയൊരു പേപ്പർ വെച്ചിട്ട് നമുക്കതിനെ ക്ലോസ് ചെയ്യാം. 10 മിനിറ്റൊക്കെ അടച്ച് വെച്ചാൽ മതി. അത് കഴിഞ്ഞാൽ നമുക്കതെടുത്ത് മാറ്റാം. അപ്പോൾ ഞാൻ നേരത്തെ അതെടുത്ത് മാറ്റിയിട്ടുണ്ട് 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ. ഇനി നമുക്ക് റൈസും ചിക്കനും കൂടെ ഒക്കെ അത് മിക്സ് ചെയ്യുക. മസാല ഒക്കെ അതിമ പിടിക്കാൻ വേണ്ടിയിട്ടാണ്, റൈസുമ പിടിക്കാൻ വേണ്ടിയിട്ട്. ഇനി ചിക്കൻ ഒരു പാത്രത്തിലേക്ക് നമുക്ക് എടുത്ത് മാറ്റാം. ഇതാ റൈസ് സെർവ് ചെയ്യാനായിട്ട് വേറെ പാത്രത്തിലേക്ക് എടുക്കുകയാണ്. റൈസിൻ്റെ മുകളിലായിട്ട് ചിക്കൻ നിരത്തി വെച്ച് കൊടുത്തിട്ടുണ്ട്. നല്ല ഭംഗിയില്ലേ കാണാൻ. അതേപോലെ തന്നെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.